വളരെ ആശാവഹമായ ഒരു പ്രവർത്തനത്തിലാണ് നമ്മളിവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗിനെ സമീപിക്കുന്നവരെ നിരാശപ്പെടുത്താതെ അവർക്ക് എന്താണോ അവരുടെ ആവശ്യം അത് പരിഹരിച്ചു കൊടുക്കുക എന്നുള്ള മുസ്ലിം ലീഗിൻ്റെ ആ ഒരു ജീവകാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രവർത്തനം ഒരു രാഷ്ട്രീയമായിട്ട് നമ്മൾ കാണേണ്ടതില്ല, മനുഷ്യ സ്നേഹപരമായിട്ടുള്ള പ്രവർത്തനമാണ്. അതാണ് ഇതിൻ്റെ ഒരു മുസ്ലിം ലീഗ് എല്ലായിടത്തും എപ്പോഴും കാഴ്ചവെക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയിലെ ഒരു ഏറ്റവും അതിദരിദ്രർ ആരാണെന്ന് കണ്ടുപിടിക്കുന്ന ശ്രമത്തിലായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട നജീബ് കാന്തപുരം MLA. സർക്കാർ അതിദരിദ്രമുക്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഇനി ആരും ദരിദ്രരില്ല എന്ന രീതിയിലായിരുന്നു പ്രചാരണം നടന്നത്. ഏറ്റവും ദരിദ്രരായ ആളുകളെ ഈ പെരിന്തൽമണ്ണക്കാരായ കുറെ പേര് കണ്ടെത്തി. അങ്ങനെയാണ് MLA ഈ വീട്ടിലെത്തുന്നത്. രോഗിയായ ഒരു മനുഷ്യൻ, ഭാര്യ, പിന്നെ കുട്ടികൾ. അപ്പൊ അവർക്ക് നല്ലൊരു വീട് വേണം, അടച്ചുറപ്പുള്ള വീട്. MLA കഴിഞ്ഞ പ്രാവശ്യം ചാനൽ തന്നെ ഇത് വാർത്ത നൽകിയിരുന്നു. MLA തന്നെ പറഞ്ഞു, മനസ്സിന്റെ ആരോഗ്യമാണ് ഓരോരുത്തരുടെ ശാരീരിക ആരോഗ്യത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത്. MLA ഇതൊക്കെ ഒരു വലിയ നന്മയാണ്, പെട്ടെന്ന് ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. അറിഞ്ഞു ഓടി വന്നു, പേടിക്കണ്ട, ഈ വീട് ഏറ്റവും മനോഹരമായി നിർമ്മിച്ചു തരും. KMCC-യുമായി MLA ബന്ധപ്പെടുന്നു. അവരുണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം അവരുണ്ടായിരുന്നു. ഏകദേശം 4 ലക്ഷത്തിന്റെ മുകളിലും മുടക്കി ഇത്ര പെട്ടെന്നൊരു മനോഹരമായ വീട്. ഒരുപക്ഷെ ആർക്കും വിമർശിക്കാം, ആർക്ക് വേണമെങ്കിലും ആക്ഷേപിക്കാം, പക്ഷെ ആ ആക്ഷേപത്തിന്റെയൊക്കെ മുകളിലേക്ക് ഒരു യാത്രയാണ് MLA എന്ന് പറയുന്നത്. അല്ല, ഞാൻ ഇപ്പൊ കരുതുന്നത് ഈ മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും സമ്പന്നരായ ആളുകൾ ഇവരാണ്. കാരണം ആ സന്തോഷത്തിന്റെ സമ്പന്നതയാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോ വ്യക്തിപരമായി നമ്മൾ എന്ത് നേടി എന്നുള്ളത് നമ്മൾ ഒരു കാലത്ത് ആലോചിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർക്ക് എന്ത് കാര്യം ലഭിച്ചു എന്നുള്ളതായിരിക്കും. അപ്പൊ ബാക്കിയെല്ലാം ഒഴുകിപ്പോകും. പക്ഷെ നമുക്ക് ഒഴുകാതെ നിൽക്കുന്നത് ഇവരെ പോലെയുള്ള കുട്ടികളാണ്. ഇവര് നാളെ വലിയ ആളുകളാവും, അല്ലേ? അപ്പോൾ പഠിച്ച് മിടുക്കരാവും, അവർ വലിയ വലിയ സ്ഥാനങ്ങളിലൊക്കെ എത്തും. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ചില സന്ദർഭങ്ങളിൽ ചില മനുഷ്യർക്ക് ഒരു കൈത്താങ് കൊടുത്താൽ മതി. അങ്ങനെ ഒരു കൈത്താങ്ങാണ് ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരം മനുഷ്യരോടാണ് ചോദിക്കേണ്ടത്. അവർ പറയും. അവരുടെ ഹൃദയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളാണ് നമ്മൾ ഉടനീളം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വലിയ കാര്യം ചെയ്തു എന്നതിലപ്പുറത്ത് ഇവര് ജീവിതം ഒരു സന്തോഷകരമായി, ഇവർക്കൊരു ആശ്വാസമായി. പ്രത്യേകിച്ചും ഞാൻ എപ്പോഴും പറയും, ശ്രീനിയും പിന്നെ സുമിത എൻ്റെ അടുത്ത് വന്ന സമയത്ത് അവരെ മുഖഭാവം എനിക്കറിയാം. ഇന്നും ഞാൻ അവരെ കാണുമ്പോൾ അവരെ സന്തോഷം അറിയാം. അത് ആ സന്തോഷമാണ് നമ്മളെ ജീവിതത്തിൽ നേടുന്ന ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്ക് എൻ്റെ വിജയം ഇതൊക്കെയാണ്. ആര് വേണമെങ്കിലും വിമർശിക്കട്ടെ, ആര് വേണമെങ്കിലും ആക്ഷേപിക്കട്ടെ, ഒരുപാട് കഥകളൊക്കെ പറഞ്ഞുണ്ടാക്കുന്നവരുണ്ടാകും. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ആരെങ്കിലും അറിഞ്ഞാൽ ഓടിയെത്തിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാൻ ഈ നാട്ടിലൊരു ജനപ്രതിനിധി ഉണ്ടാവുക എന്നത് അത് നാടിന്റെ ഒരു ഭാഗ്യമാണെന്ന് ഞാൻ പറയുകയുള്ളൂ. MLA അന്ന് വന്നപ്പോൾ MLA ഇതൊക്കെ കണ്ടു കഴിഞ്ഞ വർഷം നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് മാറി താമസിച്ചെടുക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു. ഇവരുടെയൊക്കെ ഈ പ്രസരിപ്പ് അന്ന് ഇവരുടെ മുഖം MLA പറഞ്ഞ പോലെ വിഷമത്തിലായിരുന്നു. ഇനി ഈ കുട്ടികളുടെ ഒക്കെ പഠിപ്പ്, ഇവരൊക്കെ പഠിച്ചു കുറച്ചു കാലം കഴിഞ്ഞിട്ട് ആദ്യം ഓർക്കുന്ന പേരെന്തായിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, MLA എന്ന് പറഞ്ഞേ. അങ്ങനെയൊന്നുമില്ല. അങ്ങനല്ല, നമ്മളൊരു ബാധ്യതയും വെച്ചല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് തിരിച്ചൊന്നും പ്രതീക്ഷിച്ചിട്ടുമല്ല. ഞാനിപ്പോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ഇവരോട് വോട്ട് ചോദിക്കായിരുന്നു, ഞാൻ വോട്ട് ചോദിച്ചിട്ടില്ല. അതൊന്നും അല്ല നമ്മളെ ലക്ഷ്യം. ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ മുമ്പിലുള്ള പ്രശ്നങ്ങളുടെ പരിഹാരമാണ്. അപ്പൊ അതല്ലാതെ അതുകൊണ്ട് നമുക്ക് എന്ത് നേടണം അല്ലെങ്കിൽ നേട്ടം എന്നുള്ളതല്ല. ബാക്കിയൊക്കെ ഇപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ വിലയിരുത്താൻ ജനങ്ങൾക്ക് അറിയാം. അപ്പൊ അത് ഇനി ഈ 5 കൊല്ലം ഞാനിവിടെ ജീവിച്ച കാലം, അതാണ് ജനങ്ങൾ വിലയിരുത്തേണ്ടത്. അതെന്ത് ചെയ്തു എന്നുള്ളത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മളൊരിക്കലും രാഷ്ട്രീയം നോക്കിയിട്ടില്ലല്ലോ. നമ്മളൊരു കാര്യം ചെയ്യാനും രാഷ്ട്രീയം നോക്കിയിട്ടില്ല. എൻ്റെ മുമ്പിൽ വരുന്ന ഒരു മനുഷ്യന്റെയും മതമോ രാഷ്ട്രീയമോ കക്ഷിയോ ഞാൻ നോക്കിയിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ഈ ജനപ്രതിനിധികൾ ആരും, മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയും അത് നോക്കൂല. കാരണം അത് ഞങ്ങളെ പഠിപ്പിച്ച പാണക്കാട് തങ്ങളാണ്. അവരുടെ മുമ്പിൽ വരുന്ന ഇന്നലെ തന്നെ തങ്ങൾ ഏറ്റവും തിരക്കിട്ട ദിവസമായിരുന്നു. പക്ഷെ ഇവർക്ക് വീടിന് താക്കോല് കൊടുക്കാൻ, ഈ കുട്ടികളുടെ കൂടെ നിൽക്കാൻ തങ്ങൾ വന്നു. ഇന്നലെ രാത്രി തങ്ങൾ വന്ന് തങ്ങളുടെ കൈ കൊണ്ട് അവർക്ക് താക്കോല് ഏൽപ്പിച്ചു. അതൊക്കെ ഒരു വലിയ സുഹൃതാണ്, ഒരു വലിയ നന്മയാണ്. കൂടെ വന്ന ഇവിടുത്തെ എല്ലാവരും, നാട്ടുകാരും, അത് പിന്നിൽ നിന്ന് എല്ലാ പ്രവർത്തകർക്കും KMC-ക്കാർക്കും ഒക്കെ ഞങ്ങളുടെ നന്ദിയുണ്ട്. ഇനി വേണമെങ്കിൽ ഫർണിച്ചർ വേണമെങ്കിൽ ബഷീർ നാളെ സാർ തരാന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞില്ലേ?
ഇനിയിപ്പോ നിങ്ങളുടെ മുഖത്ത് ഈ പുഞ്ചിരി, അന്നില്ലാത്ത പുഞ്ചിരി ഇപ്പൊ കാണുമ്പോൾ വളരെ നമുക്ക് സന്തോഷമുണ്ട്. ഇനി നല്ല രീതിയിലൊരു ജീവിതം നിങ്ങൾക്ക് സുരക്ഷിതമായ ഒരു ജീവിതം കിട്ടുകയാണ് അല്ലെ? അതെ, സന്തോഷം. ബഹുമാനപ്പെട്ട MLA ചെയ്തത് അതാണ്. ഒരു യഥാർത്ഥമായിട്ടുള്ള ഡെസ്റ്റിറ്റ്യൂട്ടാണ്, അതിദരിദ്രരായിട്ടുള്ള ഡെസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആ വിഭാഗത്തിലാണ് നമ്മുടെ ശ്രീനിവാസൻ പെടുന്നത്. അങ്ങനെ ശ്രീനിവാസൻ അങ്ങോട്ട് പോയി പറയുകയല്ല ചെയ്തത്. നമ്മുടെ നിയോജക മണ്ഡല MLA നജീബ് കാന്തപുരം ശ്രീനിവാസനെ തേടി ഇങ്ങോട്ട് വരികയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ പ്രയാസം അനുഭവിക്കുന്നവരെ തേടി കണ്ടെത്തുക എന്ന നമ്മുടെ നജീബ് കാന്തപുരത്തിന്റെ സ്ഥിരം ശൈലിയുണ്ടല്ലോ, ആ ശൈലിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ വാർഡിലെ ഈ ശ്രീനിവാസന്റെ വീട് പൂർണ്ണമായത്. MLA മുഖേന നമ്മുടെ ശ്രീനിവാസനും ഫാമിലിക്കും ഇവിടെ താമസിക്കാൻ നല്ലൊരു വീട് നമ്മളെ KMCCയുടെ മുഖാന്തരം നമുക്ക് കൊടുക്കാൻ പറ്റുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മള് KMCCന്റെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങളും നല്ല കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അവർക്ക് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഇതിൽ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടി പിന്നെ ഇനിയും അവര് തയ്യാറാവണം. അതേമാതിരി നമ്മളെ മുനിസിപ്പാലിറ്റിന്റെ ഭാഗത്തുനിന്നും പിന്നെ എല്ലാ ഭാഗത്തുനിന്നും ഇവർക്ക് സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പോ മതേതരത്തിന് കേരളത്തിൽ മതേതരത്വത്തിന് കാവലിരുന്ന ഒരു വീടുണ്ട്. അതിപ്പോഴും അങ്ങനെയാണ് പാണക്കാട് കുടുംബം. ആ പാണക്കാട് കുടുംബത്തിന്റെ വാക്കുകൾ കേട്ടും അവരിലൂടെ അവരുടെ നിർദ്ദേശം അനുസരിച്ചും ആണ് മുസ്ലിം ലീഗിന്റെ ഓരോ പ്രവർത്തകരും മുന്നോട്ട് പോകുന്നത്. അവരുടെ ഊർജം എന്ന് പറയുന്നതാണ്. അവിടുന്ന് പകർന്നു കിട്ടുന്ന നന്മയാണ് എല്ലായിടത്തേക്കും ഇവർ പ്രസരിപ്പിച്ചെത്തിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. KMCC ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ലോകത്തെ ഏറ്റവും കാരുണ്യ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരൊക്കെ ആക്ഷേപിച്ചോട്ടെ, പക്ഷേ KMCC എന്ന വാക്ക് തന്നെ അതിനകത്തുള്ളൂ. KMCCയുടെ ആളുകൾ ഇവിടെ വന്നു, അവർ 4 ലക്ഷത്തിന്റെ മുകളിൽ ചെലവഴിക്കി ഏറ്റവും മനോഹരമായി ഒരു വീട് നിർമ്മിച്ചു. MLA അതിനെ ഒരു ഒപ്പം നിന്നു എന്നുള്ളൂ. ഈ നന്മ എന്നും തുടരും. MLA ആരൊക്കെ ആക്ഷേപിച്ചാലും ഈ പെരിന്തൽമണ്ണക്കാരുടെ മനസ്സിൽ നന്നായിട്ട് അടിയുറച്ച രീതിയിൽ തന്നെ നജീബ് കാന്തപുരം ഉണ്ട്, അതിൽ യാതൊരു സംശയമില്ല. എന്നും അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ, അങ്ങനെ നിലനിൽക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് ആശംസിക്കാനുള്ളത്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാൻ, ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.